ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവിനെ കാണിക്കുകയാണ്. അപ്പം മനു ലാപ്ടോപ്പിൽ എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് മനുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് നമ്മുടെ അലീനയുടെ കോളായിരുന്നു. അപ്പോൾ അലീന, എന്തൊക്കെയുണ്ട് അലീന വിശേഷം എന്ന് ചോദിച്ചപ്പോഴേക്കും, ആഹാ, ഞാൻ വിളിച്ചപ്പോൾ തന്നെ മനുവേട്ടൻ ഫോൺ എടുത്തല്ലോ മനുവേട്ടാ. എന്താ മനുവേട്ടാ, അപ്പോൾ കാത്തിരിക്കുകയായിരുന്നോ എൻ്റെ കോള് എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അലീനയുടെ കോളല്ല, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നേ. ആ സമയത്ത് ഞാൻ മാനേജറുടെ കോളും കാത്തിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം. ഇടഞ്ഞപ്പോഴേക്കും, ഓഹോ അത് ശരി, ആ പക്ഷേ അത് സുന്ദരിയായൊരു മാനേജറാ, സുന്ദരിയായൊരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അത് ശരി, സുന്ദരിയായ പെണ്ണാണോ? ആ സുന്ദരിയായ പെണ്ണാണ്. അല്ല, എന്തിനാണിപ്പോൾ സുന്ദരിയാണെന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുശുമ്പും കുന്നായ്മയൊന്നും വന്നില്ലേ? ഇല്ലല്ലോ മനുവേട്ട, എനിക്കൊരു കുശുമ്പും വന്നില്ലല്ലോ മനുവേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെന്താ കുശുമ്പ് വരാതിരുന്നത്? ഞാൻ വിചാരിച്ചത് കുശുമ്പ് വരുമെന്നാ. സ്നേഹമുള്ളവരങ്ങനെയാ. സ്വന്തം കാമുകനോട് സ്നേഹമുള്ളവർക്കൊക്കെ വേറൊരു പെണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ ചെറിയൊരു കുശുമ്പൊക്കെ വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ മനുവേട്ട, എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും, അതിനെനിക്കൊരു യാതൊരു പേടിയില്ല. ഓ കലക്കി അലീന, ഇങ്ങനൊരു മറുപടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അടിപൊളി മറുപടി. ആ പറ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അലീന ഇപ്പോൾ വലിയ രാജകുമാരിയെ പോലെയല്ലേ, നല്ലൊരു പപ്പയേയും കിട്ടി, നല്ല സേഫായിട്ട് തന്നെയല്ലേ. അലീനയുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു പേടിയില്ല. പക്ഷേ മനുവേട്ട, എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോഴായിരുന്നു ഒരുപാട് സേഫായിട്ട് തോന്നിയിട്ടുള്ളത്. അച്ഛൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ. എല്ലാ കാര്യത്തിനും ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന എൻ്റെ അച്ഛൻ. ഞാൻ അച്ഛനെയല്ലേ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് എന്നൊക്കെ അലീന ബാലചന്ദ്രനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവിന് ഭയങ്കര സന്തോഷം തോന്നിക്കണം. അലീന, ഈ കാര്യങ്ങളെല്ലാം ഞാൻ അങ്കിളോട് പറഞ്ഞു കഴിഞ്ഞാലേ അങ്കിൾ എത്രമാത്രം സന്തോഷിക്കുമെന്ന് അറിയാവോ? അല്ലെങ്കിലും മനുവേട്ട, എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണെന്ന് അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം മനുവേട്ട എന്ന് പറയാം. പിന്നെ എന്നാലും നീ നിൻ്റെ സ്വന്തം പപ്പയോടൊപ്പം തന്നെയാണല്ലോ. ആ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഞാനും അങ്കിളും ഒക്കെ നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അലീന, നീ അറിയാത്തൊരു കാര്യം. അതെന്താ മനുവേട്ട ഞാൻ അറിയാത്തൊരു കാര്യം? അത് വേറൊന്നുമല്ല, അതെ ശരിക്കും പറഞ്ഞ ഈ ലോക്കൽ ഗാർഡിയൻ ഞാനാണ്. ഓഹോ അത് ശരി, അതെനിക്കറിയില്ലായിരുന്നല്ലോ മനുവേട്ട. പിന്നെ അല്ലാതെ വല്യപ്പച്ചനെ എൻ്റെ അടുത്തല്ല ഏൽപ്പിച്ചത്, അലീനയെ സേഫായിട്ട് എത്തിക്കണം, അലീനയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ബാലചന്ദ്രൻ അങ്കിള് ചുമ്മാ സപ്പോർട്ടായിട്ട് നിന്നെന്ന് മാത്രമേ ഉള്ളൂ, ലോക്കൽ ഗാർഡിയനൊന്നും അല്ല. ഓ അങ്ങനെ, അപ്പം അച്ഛനല്ല ലോക്കൽ ഗാർഡിയൻ, മനുവേട്ടനാണ് ലോക്കൽ ഗാർഡിയൻ എന്ന് അല്ലേ? അപ്പോൾ മനുവേട്ടനാണല്ലോ ഇനി ലോക്കൽ ഗാർഡിയനായിട്ട് ഞാൻ കരുതേണ്ടത്. അങ്ങനെയല്ല മനുവേട്ടൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയും പറഞ്ഞു വരുന്നു. ഏതായാലും ശരി, കിടന്നു ഉറങ്ങിക്കോ, ഇത്ര ലേറ്റ് ആയില്ലേ. ശരി മനുവേട്ട, പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന കിടക്കുക. ഇങ്ങനെ കിടന്നുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. വളരെ സങ്കടമായൊരു മുഖഭാവമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അലീന പറയണം, ഡോർ അടച്ചിട്ടില്ലേ, കയറി വന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി കയറി വരിക. അപ്പോൾ സ്റ്റാലിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. എന്താ അലീന, നീ ഉറങ്ങിയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല കിടന്നേ ഉള്ളൂ, ഉറങ്ങിയില്ലായിരുന്നു. അല്ല ഇതെന്താ ലീന ഇത്ര നേരത്തെ കിടന്നുറങ്ങുന്നത്? ഇവിടെ ഭക്ഷണം വിളമ്പുന്നതല്ലേ ഉള്ളൂ, ഭക്ഷണം വിളമ്പി വെച്ചിട്ടേ അല്ലേ ഉള്ളൂ, ഭക്ഷണം പോലും കഴിക്കാതെ അലീന നേരത്തെ കിടന്നുറങ്ങിയോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നല്ല ക്ഷീണം, അതുകൊണ്ട് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു പപ്പ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്തുകൊണ്ടാണ് നിനക്ക് ക്ഷീണം വന്നതെന്ന് നിനക്കറിയാവോ അലീന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എനിക്കറിയാം, ഞാൻ നിരാഹാരമല്ലേ, അതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ക്ഷീണം. ഇപ്പം അറിയാം കാര്യങ്ങളൊക്കെ അല്ലേ, എന്നിട്ടാണ് ഈ നിരാഹാരം കിടക്കുന്നത്. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ അലീന? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ പപ്പ, ഞാൻ എങ്ങനെയാ പപ്പ ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും, എന്നോടുള്ള വാശി അല്ലേ, എന്നെ തോൽപ്പിക്കാമെന്ന് അലീന നീ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, ഒരിക്കലും ഇല്ല, ഞാൻ പപ്പയെ തോൽപ്പിക്കുന്നില്ല. പക്ഷെ ഞാൻ സ്വയം തോറ്റു കഴിഞ്ഞാൽ അത് അത്രയും നല്ലതല്ലേ പപ്പ, ഞാൻ സ്വയം തോൽക്കാമെന്ന് വിചാരിച്ചു പപ്പയ്ക്ക് വേണ്ടി. ഇത് ഇടഞ്ഞപ്പോഴേക്കും, എങ്കിലൊരു കാര്യം ചെയ്യ്, നീ ഏതായാലും സ്വയം തോറ്റെന്ന് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വാ,
നമുക്ക് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി പപ്പ, ഈ ഒരു ദിവസം മാത്രം ഞാൻ വരാം, എല്ലാ ദിവസവും എന്നെ തോൽപ്പിക്കില്ലേ പപ്പ. എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റിട്ട് മാത്രമേ ഉള്ളൂ, ഒരിക്കലെങ്കിലും എന്നെ ജയിക്കാനായിട്ട് അനുവദിക്ക് പപ്പ എന്ന് പറയുകയാണ്. അപ്പോൾ അലീനയുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ്. ശരി, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, നീ ആദ്യം ഡൈനിങ് ടേബിളിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി തൻ്റെ കൈകൾ നീട്ടുകയാണ്. ആ കൈകളിലേക്ക് അലീനയുടെ കൈയും വെക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. പോയി ടേബിളിൻ്റെ അരിയിലിങ്ങനെ ഇരിക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് തന്നെ നീയേ ദേ ഈ നാരങ്ങ വെള്ളം കുടിച്ചിണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. പപ്പ അത് പിന്നെ കുടിക്ക്, ഇത് കുടിച്ച് നിരാഹാരം അവസാനിപ്പിക്കുക. പക്ഷെ അലീന അത് കുടിക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ അലീന പറയാണ് വല്യപ്പച്ചനെയും കൂടി ഒന്ന് വിളിക്കാവോ, വല്യപ്പച്ചനും ഇതേപോലെ ഭക്ഷണം കഴിക്കാതെ ആകെ തളർന്ന് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ, അതുകൊണ്ട് വല്യപ്പച്ചനെയും കൂടി ഒന്ന് വിളിക്കുക പപ്പ എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അപ്പനല്ലേ, ഞാൻ വിളിക്കൂല, കാരണം നീ വന്നപ്പോഴേ നിന്നോട് സപ്പോർട്ട് ചെയ്ത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് എൻ്റെ അപ്പൻ, അതുകൊണ്ട് ഞാൻ വിളിക്കൊന്നുമില്ല. അയ്യോ പാവല്ലേ പപ്പ, വല്യപ്പച്ചനും സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടല്ലേ പപ്പ. അപ്പോഴേക്കും വേറൊരു ജോലിക്കാരനോട് അതെ നീ പോയി അപ്പനെ വിളിച്ചുകൊണ്ട് വാ, ശരി സാബേ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജോസഫ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോസഫ് അല്ല, പൗലോസേട്ടൻ. അപ്പോൾ പൗലോസേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പൗലോസിനോട് ഈ സ്റ്റാൻലി പറയുകയാണ്, പൗലോസേ എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ കണൽ സാറേ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് വേറൊന്നുമല്ല, നിനക്കറിയാലോ അലീന എൻ്റെ മകളാണെന്ന്. പറ, ഒന്നെങ്കിൽ ആണെന്നെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അതെ എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും അറിയാം. അപ്പോൾ ഇവിടെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അലീനയ്ക്കുമുണ്ട്. അപ്പോൾ അലീന എന്താണോ പറയുന്നത് അത് നീ അനുസരിച്ചേ മതിയാവുള്ളൂ. അലീന പറയുവാണ് ഇന്നിവിടെ ഫുഡ് ഉണ്ടാക്കണ്ട എന്ന്, നീ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പാടില്ല. പിന്നെ പറയുവാണ് ഇന്നിവിടെ സദ്യ ഉണ്ടാക്കണമെന്ന്, അത് നീ സദ്യ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പൗലോസ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? അലീന എന്താണോ പറയുന്നത് അതനുസരിക്കണം. അലീന പറയുന്നത് അനുസരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോകാം. ഇവിടെ നിന്നെ ആരും തടയാനായിട്ട് പോകുന്നില്ല. നിന്നെ ഇവിടെ ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല, നിന്നെ വഴക്ക് പറഞ്ഞതല്ല, സജക്ഷൻ പറഞ്ഞതാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇപ്പോൾ അലീന പറഞ്ഞതുപോലെ തന്നെ നീ കേൾക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ സ്റ്റാൻലി മുഖത്തടിച്ച് പറയുകയാണ്. എന്താ ഒരക്ഷരം പോലും മിണ്ടാത്തത്? നിൻ്റെ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ പൗലോസ് പറയുകയാണ് എനിക്കൊന്ന് ആലോചിക്കണം സാബേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ ആലോചിച്ചോ, ഇന്ന് രാത്രി ഫുള്ള് നിനക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട്, നാളെ രാവിലെ നീ പറഞ്ഞാൽ മതി, കേട്ടല്ലോ എന്ന് പറയാം. ശരി നീ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ് ചമ്മി നാലൊരവസ്ഥയിൽ. അപ്പോൾ അലീനയാണ് അലീനയുടെ കണ്ണുകളൊക്കെ നിറയണ. പപ്പ താങ്ക് യു പപ്പ, ഒരുപാട് നന്ദിയുണ്ട് പപ്പ എന്ന് പറയുകയാണ്. ഇപ്പം മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. ഇപ്പം ഇനി നിരാഹാരം അവസാനിപ്പിക്കാമല്ലോ, ജയിച്ചില്ലേ, ഇപ്പം നിരാഹാരം അവസാനിപ്പിക്കല്ലോ, അതുകൊണ്ട് നാരങ്ങവെള്ളം കുടിച്ചിട്ടുണ്ടേ. അങ്ങനെ നാരങ്ങവെള്ളം കുടിപ്പിക്കുകയാണ് നമ്മുടെ അലീന നാരങ്ങവെള്ളം കുടിക്കുകയും ചെയ്യുകയാണ്. ഇനിയേ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡിനുള്ള പാത്രം നിരത്തി വെക്കുകയാണ്. അലീനയ്ക്കുള്ളത് നമ്മുടെ സ്റ്റാൻലി തന്നെ വിളമ്പി കൊടുക്കുകയാണ്. സ്റ്റാൻലിക്കുള്ളത് തന്നെ വിളമ്പി വെക്കുക. ആ സമയത്ത് കഴിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അലീന സ്റ്റാൻലിയുടെ കൈ കയറി പിടിക്കുകയാണ്. എന്താ അലീന എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എനിക്ക് പപ്പ എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനോ പപ്പ തന്നെ എടുത്തു തരണം, പപ്പയുടെ കൈ കൊണ്ട്. ഇതൊരു മോളുടെ ആഗ്രഹമാണ് പപ്പ, ആ ആഗ്രഹം പപ്പ സാധിച്ചു തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയൊക്കെയുള്ള ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് വേണോ അലീന എന്ന് ചോദിക്കുമ്പോൾ പപ്പയ്ക്കത് ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല പപ്പ. ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ എൻ്റെ പപ്പയുടെ കൈ കൊണ്ട് ഒരു നുള്ള ആഹാരം എനിക്ക് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം. അതുകൊണ്ട് പപ്പ എനിക്ക് എടുത്ത് തരുമോ എന്ന് ചോദിക്കുമ്പം ശരി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി ആ ഒരു ഭക്ഷണം കൈകൊണ്ടെടുത്തിട്ട് നേരെ കൈകളിലേക്ക് കൊടുക്കാനോട് അങ്ങനെയല്ല, എനിക്കെൻ്റെ വായിൽ വെച്ച് തരണം പപ്പ. മോളെ അലീന, ശരിക്കും എനിക്ക് പപ്പയുടെ കൈ കൊണ്ട് ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എനിക്ക് പപ്പ എൻ്റെ വായിലേക്ക് തന്നെ ആഹാരം വെച്ച് തരണമെന്ന് പറയുകയാണ്. ശരി, തൻ്റെ ആ മോളുടെ ആഗ്രഹമല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്റ്റാൻലി ആ ഒരു ഭക്ഷണം അലീനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തപ്പോഴേക്കും അലീനയുടെ കണ്ണം നിറയുകയാണ്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. താങ്ക് യു പപ്പ, താങ്ക് യു, പിന്നെ സോറി പപ്പ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തിന്? അതല്ല, ഞാൻ പപ്പയോട് മത്സരിച്ചില്ലേ, പപ്പയെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ
നിരാഹാരം കിടന്നില്ലേ, അതൊന്നും സാരമില്ല. ഇനി ഇതേപോലുള്ള പ്രവർത്തികൾ ഉണ്ടാകാതിരുന്നാൽ മതി കേട്ടല്ലോ. പിന്നെ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയും കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഈ സ്റ്റാലിലൂടെ വായിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. എന്താ ഇത് കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, പ്ലീസ് പപ്പ, ഇത് എൻ്റെയും കൂടി ആഗ്രഹമാണ് പപ്പ. ദേ, സ്വന്തം മോള് തരുന്നതാ. ഇതേപോലെ പപ്പയ്ക്ക് ഇനി കിട്ടൂലേ? പപ്പയ്ക്ക് ഇതുപോലെ ആരാണ് തന്നിട്ടുള്ളത്? അതെ, അതുകൊണ്ട് സ്വന്തം മോളുടെ കൈ കൊണ്ട് ഒരു നുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം പപ്പയ്ക്ക് ഉണ്ടാവട്ടെ. വാ തുറക്ക് പപ്പ എന്നും പറഞ്ഞുകൊണ്ട് അലീന വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. പക്ഷേ സ്റ്റാൻലിക്ക് അത് ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ്. ഭയങ്കരേറെ സെൻറ്റിമെൻറ്റ്സ് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചുയർന്നിങ്ങനെ വരികയാണ്. അപ്പോൾ അലീന പറയുകയാണ്, താങ്ക് യു കേട്ടോ പപ്പ എന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലിയും താങ്ക് യു എന്ന് പറയുകയാണ്. പപ്പ, ഞാൻ ഇനി വലിയപ്പച്ചനെ പോയി വിളിച്ചിട്ട് വരട്ടെ. പാവമല്ലേ വലിയപ്പച്ചൻ? ശരി, ആയിക്കോട്ടെ, പോയി വിളിച്ചിട്ട് വാ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ നേരെ വല്യപ്പച്ചനെ വിളിക്കാനായിട്ട് വല്യപ്പച്ചൻ്റെ റൂം ലക്ഷ്യമാക്കി നടക്കണം. അപ്പോൾ വല്യപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. വല്യപ്പച്ച, വാ വല്യപ്പച്ച, വാ വന്ന് ഭക്ഷണം കഴിക്കാം. അതെങ്ങനെയാണ് മോളെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ നിരാഹാരമല്ലേ, അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും? നിരാഹാരമൊക്കെ അവസാനിപ്പിച്ചു, എൻ്റെ ഇതെല്ലാം അവസാനിപ്പിച്ചു എന്ന്. എല്ലാം അവസാനിപ്പിച്ചോ? അപ്പോൾ തോറ്റു കൊടുക്കാനായിട്ട് തീരുമാനിച്ചോ? അല്ലെന്നേ, ഞാൻ ജയിച്ചു, എല്ലാം കോംപ്രമൈസായി. പിന്നെ ആ പൗലോസേട്ടനെ വിളിച്ചിട്ടേ നല്ലത് പറഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം. അലീന പറയുന്ന കാര്യങ്ങളെ ഇവിടെ കേൾക്കാനായിട്ട് പാടുള്ളൂ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെയാണ് പപ്പ പറഞ്ഞത്. ഇതൊക്കെ കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടേ നിരാഹാരമൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. ഇനി വല്യപ്പച്ചനും കൂടി വാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ, ഞാനാണെങ്കിൽ അവനോട് വേണ്ടെന്നും പറഞ്ഞല്ലോടി മോളെ. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാടി അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത്? അതൊന്നും കുഴപ്പമില്ല എൻ്റെ പൊന്നു വല്യപ്പച്ച, നമുക്കിതെല്ലാം അങ്ങോട്ട് അവസാനിപ്പിക്കാം. നമ്മൾ പറയുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അധികം താമസിയാതെ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കേടി മോളെ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചനെ പതിയെ പതിയെ ഇറക്കി നേരെ താഴത്തേക്ക് ഇറക്കി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ഒരു നിരാഹാര സമരം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.